രചനാ സംഭാഷണം രുദ്രപ്രിയ. രാവിലെ പതിവിലും വൈകിയാണ് ദേവി ഉറക്കമുണർന്നത്. എഴുന്നേൽക്കാൻ അവൾക്ക് തോന്നിയില്ല. മോളെയും കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം കൂടി അങ്ങനെ കിടന്നു. ദേവിയുടെ സാമീപ്യത്തിൽ പെണ്ണ് പാലിനായി പരതി. കണ്ണും പൂട്ടി വായും തുറന്നു വെച്ചുള്ള മാതിമോളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടപ്പോൾ ദേവിക്ക് ശരിക്കും ചിരി വന്നു. അവൾ കുറച്ചുകൂടി പിന്നിലേക്ക് നീങ്ങിക്കിടന്നു. മാതുമോളാണെങ്കിൽ രണ്ട് കൈകൊണ്ടും അവളെ അള്ളിപ്പിടിച്ച് വായും തുറന്നു വരുന്നു. കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവൾ അമ്മിഞ്ഞ നൽകി. പാല് കുടിച്ചു കഴിഞ്ഞ് കുഞ്ഞു മാതു വീണ്ടും ഉറങ്ങി. ദേവി കുഞ്ഞിനെ മാറ്റിക്കിടത്തി പതിയെ എഴുന്നേറ്റ് ബെഡിലിരുന്നു. തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കാര്യങ്ങൾ വെറുതെ ഒന്ന് ഓർത്തു നോക്കി. അവിടെ മുഴുവനും നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു. വീണ്ടും ആർക്കൊക്കെയോ വേണ്ടി ചലിക്കുന്ന പാവയായി. ആലോചനയോടെ ഇരിക്കുമ്പോൾ റൂം തുറന്ന് രമ്യ അകത്തേക്ക് കയറി വന്നു. ദേവിയുടെ അടുത്തിരുന്ന് അവളുടെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ചു. ഏതു നേരവും എന്തൊരാലോചനയാ പെണ്ണേ നിനക്ക്? ഇന്നെൻ്റെ ഇത്ര വൈകിയത്? സാധാരണ വെളുപ്പിനെ എഴുന്നേൽക്കുന്നതാണല്ലോ. പിന്നെന്ത് പറ്റി ഇന്ന്? ഈ കുറുമ്പി കൂടെ ഉള്ളതുകൊണ്ടാണോ? ചുണ്ടുകൾ കൊണ്ട് അപ്പോഴും നുണഞ്ഞുകൊണ്ടിരിക്കുന്ന മാതുമോളെ നോക്കി രമ്യ ചോദിച്ചു. ദേവിയും അപ്പോൾ മോളുടെ മുഖത്തേക്ക് തന്നെ കണ്ണുനട്ടിരുന്നു. ഈ പ്രായം മതിയായിരുന്നു രമ്യയെ നമുക്ക്. ഒന്നും അറിയാതെ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ഈ കാലം മാത്രം മതിയായിരുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നീ ഇപ്പോൾ എഴുന്നേറ്റ് ഫ്രഷായി പുറത്തേക്ക് വാ. നേരം എത്രയായി എന്നറിയാമോ? മണി 9 കഴിഞ്ഞു. നിന്നെ കാത്ത് പുറത്ത് ആരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്ക്. ദേവി സംശയരൂപേണ മുഖമുയർത്തി രമ്യയെ നോക്കി. ഞാൻ എന്തായാലും പറയില്ല. വന്ന അതിഥികൾ ആരാണെന്ന് നീ തന്നെ പുറത്തേക്ക് വന്ന് നോക്കിയാൽ മതി. രമ്യ വേഗം മുറിച്ചാരി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ദേവി ഫ്രഷാവാനായി കയറി. ഫ്രഷായി ഇറങ്ങുമ്പോൾ മാതുമോൾ ഉണർന്നിരുന്നു. അവളെ എടുത്ത് ഉടുപ്പെല്ലാം മാറ്റി ഡ്രസ്സും ചെയ്ത് രണ്ടുപേരും കൂടിയാണ് പുറത്തേക്ക് വന്നത്. ഹാളിലിരിക്കുന്ന അതിഥികളെ കണ്ടപ്പോൾ ദേവി ഞെട്ടിപ്പോയി. തലയിൽ വലിയ വച്ചുകെട്ടലുമായി മഹേശ്വരി അമ്മയും ജയനും, അടുത്ത് തന്നെ ഹരിയും ഭവാനിയമ്മയും ദത്തനും അമ്മുവും അമ്മാവനും ദത്തൻ്റെ അമ്മയും. ഇതെന്താ എല്ലാവരും ഇത്ര നേരത്തെ എന്ന് ചിന്തിക്കാതിരുന്നില്ല അവൾ. മോൾ ഇത്രയും ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട. കാര്യമെന്താണെന്ന് ഞങ്ങൾ പറയാം. ഇന്നലെ രാത്രിയിൽ നീയൊരു സമ്മതം അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിയത്. ഭവാനിയമ്മയാണത് പറഞ്ഞത്. പറയുക മാത്രമല്ല, അവർ എഴുന്നേറ്റ് വന്ന് ദേവിയെ പിടിച്ച് അവരുടെ അടുത്തായി ഇരുത്തുകയും ചെയ്തു. ദേവി ഭവാനിയമ്മയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തുകൊണ്ടും നന്നായി. അല്ലമ്മേ, ഞാൻ പെട്ടെന്ന് ദേവി എന്തോ പറയാൻ തുടങ്ങിയതും മഹേശ്വരിയമ്മ ഇടയ്ക്ക് കയറി. മോളുടെ സമ്മതം മാത്രം മതി. ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തോളാം. വലിയ ആർഭാടമൊന്നും വേണ്ട. ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ടാൽ മതി. അല്ലാതെ വേറെ ചടങ്ങുകളൊന്നും വേണ്ട. മോളുടെ മനസ്സിന് കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ കുറച്ചധികം സമയം വേണ്ടിവരും. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നീ തനിച്ചായി പോകുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഭവാനിയമ്മയുടെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേരുന്നതായിരിക്കും ദേവൻ്റെ ഇഷ്ടം. അതുകൊണ്ട് ഇനി ഇതിൽ ഒഴിവുകിഴിവുകളൊന്നും പറയരുത്. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നീ ഒറ്റയ്ക്കായി പോകരുതെന്ന് തന്നെയാണ്. അമ്മുവിനെ നോക്ക്. അവൾ ദത്തനെയും അമ്മയെയും കൂട്ടി വന്നിരിക്കുന്നത് നിന്റെ ഈ സന്തോഷം അറിഞ്ഞിട്ടാണ്. ഞങ്ങൾ 3 പേരുടെ അവസ്ഥയും നിനക്കുണ്ടാകരുത്. ഭർത്താവ് മരിച്ച് മക്കൾ മാത്രമായിരുന്നപ്പോൾ മക്കൾക്ക് വേണ്ടി മറ്റൊരു കൂട്ട് വേണ്ടെന്ന് വെച്ചു. ആ ഗതി നിനക്കുണ്ടാകാതിരിക്കാനാണ് ഞങ്ങൾ പറയുന്നത്. ഇന്ന് നിനക്കതിൽ ദുഃഖം കാണും. പക്ഷേ നാളൊരിക്കൽ ഉറപ്പായി നിനക്ക് സന്തോഷമുണ്ടാകും. അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും സന്തോഷം തന്നെ. അമ്മയുടെയും സിദ്ധുവേട്ടൻ്റെയും രമ്യയുടെയും എല്ലാവരിലും നിറഞ്ഞ സന്തോഷം. അപ്പോൾ പിന്നെ നമുക്ക് ഇന്ന് തന്നെ എല്ലാം അങ്ങ് തീരുമാനിക്കാം. അതിനുവേണ്ടി മറ്റൊരു ദിവസം നോക്കണ്ട. വരുന്ന വഴിക്ക് ഞങ്ങൾ അതും നോക്കിയിട്ടാണ് വന്നത്. ജയൻ്റെയും മോളുടെയും ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമാണ്. ഈ ജാതകങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടണമെന്ന് നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് ജ്യോത്സ്യൻ പറഞ്ഞത്. ഈ വരുന്ന തുലാം 16-ാം തീയതി 11-നും 12-നും ഇടയിൽ ശുഭമുഹൂർത്തത്തിലാവാം ആ ചടങ്ങ്. രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പുവയ്ക്കാം. അത് മതി. തുലാം 16 എന്ന് പറയുമ്പോൾ ഇനി 2 ആഴ്ചയല്ലേ ഉള്ളൂ. സിദ്ധു വെപ്രാളപ്പെട്ടു. അതിനെന്താ സിദ്ധു, നമുക്കിതിന് പ്രത്യേകിച്ച് ഒരുക്കമൊന്നുമില്ലല്ലോ. ആരെയും അറിയിക്കാനുമില്ല. നമ്മൾ കുടുംബക്കാർ മാത്രമുള്ള ഒരു ചടങ്ങ്, അത് മതി. ഭവാനിയമ്മ പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ. രമ്യ കൊണ്ടുവന്ന് കൊടുത്ത ചായ എല്ലാവരും സന്തോഷത്തോടുകൂടി കുടിച്ചു. ഈ നേരം അത്രയും ജയൻ്റെ മനസ്സിൽ പല ചിന്തകളായിരുന്നു.
ചിത്രയെ പെണ്ണ് കാണാൻ പോയതും ആദ്യമായി ഒരുമിച്ചിരുന്ന് സംസാരിച്ചതും വിവാഹ തലേന്നുമൊക്കെ മനസ്സിലും ശരീരത്തിലും ഒരുപോലെ മരവിപ്പ് പടർന്നു കയറി. എന്നാൽ അടുത്ത നിമിഷം മുഖമുയർത്തി നോക്കുമ്പോൾ കാണുന്നത് ദേവിയുടെ തോളിലിരുന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി കിന്നാരം പറയുകയും അവളെ ഉമ്മകൾ കൊണ്ട് മൂടുകയും ചെയ്യുന്ന മാതുമോളെയാണ്. അതുവരെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന സംഘർഷത്തിന് അയവ് വരുന്നതും അവിടെ തണുപ്പ് നിറയുന്നതും അവൻ അറിഞ്ഞു. രാവിലെ മുതൽ അമ്മുവിൻ്റെ പിന്നാലെ ചുറ്റിത്തിരികയാണ് ദത്തൻ. കിച്ചണിൽ അമ്മയില്ലാത്ത നേരം നോക്കി ഓടിക്കയറി കറിക്ക് നുറുക്കുമായിരുന്ന പെണ്ണിനെ പിന്നിൽ നിന്നും ചേർത്ത് പിടിച്ച് ചെവിയിൽ പല്ലിറുമ്മി. അമ്മയുടെ അനക്കം കേട്ടതും അടുക്കളവാതിൽ തുറന്നു മുറ്റത്തേക്ക് ചാടി ഇറങ്ങി. പുറത്തു വന്നിരുന്ന് അമ്മുവിനെ നോക്കി എളിച്ചു കാണിച്ചു. അന്ന് ദത്തൻ ഓഫീസിൽ പോയില്ല. രാവിലെ മുതൽ അമ്മുവിൻ്റെ പിന്നാലെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 11 മണി കഴിഞ്ഞപ്പോൾ ദത്തനെ വിളിച്ച് ദേവിയെ കാണാൻ തോന്നുന്നു എന്നും പറഞ്ഞ് നേരെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പറഞ്ഞു. അമ്മ പറഞ്ഞതുപോലെ അനുസരിക്കുകയും ചെയ്തു. അവന് മനസ്സിലായി തങ്ങൾക്ക് വേണ്ടി അമ്മ ഒഴിഞ്ഞു തന്നതാണെന്ന്. ഒട്ടും പ്രതീക്ഷിക്കാതെ ദത്തൻ്റെ അമ്മയെ അവിടെ കണ്ടപ്പോൾ ദേവിക്ക് സന്തോഷമായി. വളരെ മിതമായ രീതിയിൽ മാത്രമേ അമ്മ സംസാരിക്കുള്ളൂ, അതും ഇഷ്ടപ്പെടുന്നവരോട് മാത്രം. ദേവി വിവാഹത്തിന് സമ്മതിച്ചപ്പോൾ തന്നെ വല്ലാത്ത സന്തോഷത്തോടെയാണ് അവളെ കാണാനെത്തിയത്. എന്നാൽ അന്ന് കാര്യമായി ഒന്നും സംസാരിച്ചതുമില്ല. ദേവി അമ്മയ്ക്ക് കുടിക്കുന്നതിനായി ചായയും എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും അവർ അവളെ അടുത്ത് പിടിച്ചിരുത്തി. കുറച്ച് ദിവസമായി വിചാരിക്കുന്നു മോളെ ഒന്ന് കാണണമെന്ന്. ഇന്നാണ് അതിന് തരം കിട്ടിയത്. മോളുടെ തീരുമാനം അമ്മ അറിഞ്ഞു. വല്ലാത്ത സന്തോഷവും തോന്നി. ഒരു ഏട്ടത്തി എന്ന നിലയിൽ ഒരുപാട് നല്ല ശീലങ്ങളാണ് നീ അമ്മുമോൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇക്കാലഘട്ടത്തിലെ പെൺകുട്ടികളൊന്നും അത് പാലിക്കാൻ പോലും ശ്രമിക്കാറില്ല. പക്ഷേ നിന്റെ ഗുണം മനസ്സിലാക്കി അമ്മു അതെല്ലാം അതേപോലെ ചെയ്യുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. അടുക്കളയിൽ ജോലിയെല്ലാം ഒതുക്കി കുളിയും കഴിഞ്ഞ് ഈറന്മാരെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തല ഉടക്കുവിടുകയായിരുന്നു അമ്മു. പിന്നിലൂടെ വന്ന് ദത്തൻ അവളെ ചുറ്റിപ്പിടിച്ചു. പിന്തിരിഞ്ഞു നോക്കും മുമ്പേ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. ദത്തേട്ടാ, എന്താ ഈ കാണിക്കുന്നേ? അമ്മ എങ്ങാനും കയറി വന്നാൽ? ഇന്നിനി ആരും വരില്ല ഇവിടെ. അമ്മ ദേവിയേട്ടത്തെ കാണാൻ പോയി. ആഹാ, അതാണോ ഈ വെപ്രാളം? എൻ്റെ അമ്മൂട്ടി ഇപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ? ഫസ്റ്റ് നൈറ്റ് അത് കുളമായി. പക്ഷേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഡേ ടൈമിലാക്കിയാലോ? കണ്ണ് തുറച്ചു വന്നു. പിന്നല്ലാതെ. ഇപ്പോൾ ഇവിടെ ഈ നിമിഷം. ദത്തൻ അവളെ ചേർത്ത് പിടിച്ചു. പെണ്ണാകെ വിറയ്ക്കാൻ തുടങ്ങി. മോളെ അമ്മൂട്ടി, നിനക്ക് പേടിയാണോ എന്നെ? നീ എന്താ ഇങ്ങനെ വിറയ്ക്കുന്നേ? അറിയില്ല. ദത്തേട്ടൻ തൊടുമ്പോൾ ശരീരം തളർന്നു പോകുന്നു. അല്ലാതെ നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ലെന്ന് അവൾ തലയാട്ടി. ദത്തൻ അവളെ അടുത്തിരുത്തി നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടിയിഴകളെ പതിയെ ചെവിക്ക് പിന്നിലാക്കി വെച്ചു കൊടുത്തു. ചെവിയുടെ പിന്നിൽ നിന്നും വിരലുകൾ തോളിലൂടെ അരിച്ചിറങ്ങി കഴുത്തിലെത്തി. ചുണ്ടിനെ തഴുകി ഇതുവരെ അറിയാത്ത വികാരങ്ങളുടെ തള്ളിച്ചയിൽ അമ്മു ദത്തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവളെ തൻ്റെ മടിയിൽ കിടത്തി തല അല്പം ഉയർത്തി വെച്ച് നെറ്റിയിൽ ചുണ്ടു ചേർത്തു. അവിടെ നിന്ന് കണ്ണുകളെ തഴുകി മൂക്കിൻ തുമ്പും പതിയെ കടിച്ചു. പെണ്ണപ്പോൾ കണ്ണു തുറച്ചു നോക്കി. ചുണ്ടുകൾ തമ്മിൽ അമർന്നപ്പോൾ അവൾ നടുവ് ചെറുതായി ഉയർത്തി. ദത്തൻ അവളുടെ ചുണ്ടുകൾ പതിയെ സ്വന്തമാക്കി. അവളിലെ തേന്നുകർന്നു. അമ്മുവും അവൻ്റെ ചുണ്ടിനെ തിരികെ ചുംബിക്കാൻ തുടങ്ങി. അവൻ്റെ നാവുകൊണ്ട് അവളുടെ കവിളിനെ ചുഴറ്റി വലിച്ചു. നാവുകൾ തമ്മിൽ കെട്ടിമറിഞ്ഞു. ഉമിനീര് പോലും പരസ്പരം സ്വന്തമാക്കി. ദത്തൻ്റെ മുടിയിലൂടെ അവളുടെ കൈ പരതി നടന്നു. ചുണ്ടിൽ നിന്നും വഴുതി മാറി അവളുടെ ശംഖുപോലുള്ള കഴുത്തിൽ ചുണ്ടുകൾ ഇടതടവില്ലാതെ ചലിച്ചു. ദത്തൻ അവളെ ബെഡിൽ കിടത്തി ഇട്ടിരുന്ന ടീഷർട്ട് അഴിച്ചു മാറ്റി അവളിലേക്ക് അമർന്നു. അവളുടെ ടോപ്പും ഇന്നറും അഴിച്ചു മാറ്റി മാറിലെ നിറകുംഭങ്ങളെ ഇരു കൈയാലും തഴുകി. ചുണ്ടുകൾ മാറി മാറി മാറിടത്തെ തഴുകി അവൻ്റേതാക്കി. ദത്തേട്ടാ, പെണ്ണിൻ്റെ കണ്ണുകൾ കലങ്ങി. ദത്തൻ അവളുടെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുത്തു. അണിവേറിലും പൊക്കിടിച്ചുഴിയിലും അവൻ്റെ നാവ് പലകുറി പറയുന്നതാന്നോ. അവളുടെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ അകന്നു മാറുമ്പോൾ അവൾ അവൻ്റെ കൈകളെ തടഞ്ഞു. ദത്തൻ്റെ പ്രണയത്തോടുകൂടിയുള്ള ലാളനയിൽ പെണ്ണിൽ നിന്നും എതിർപ്പുകൾ അകന്നുപോയി. ഇടുപ്പിലൂടെ ഇഴഞ്ഞു നീങ്ങിയ ചുണ്ടുകൾ ലക്ഷ്യസ്ഥാനത്തെത്തി. അമ്മ പൊളഞ്ഞുപോയി. അവൻ്റെ ചുണ്ടും നാവും നൽകുന്ന മാന്ത്രികതയിൽ അവൾ വിവശയായി. അവളിലേക്കും അവളുടെ പെൺമയിലേക്കും ദത്തൻ്റെ പൗരുഷം പതിയെ പതിയെ ചലിച്ചു തുടങ്ങി. അമ്മു അവനെ അമർത്തിപ്പിടിച്ചു. ശരീരം ഉയർന്നു താഴുന്നതിനനുസരിച്ച് അവളുടെ പിടുത്തം മുറുകി വന്നു. ഇരുവരുടെയും ചുണ്ടുകൾ തമ്മിൽ കൊരുത്തു. അവളുടെ വിരലുകൾ അവൻ്റെ പുറത്തു കൂറി വരഞ്ഞു.
ആ വേദന പോലും ദത്തന് ലഹരി പടർത്തി. വേദനിക്കുന്ന ഏട്ടാ, ഇപ്പോൾ കഴിയും അമ്മൂട്ടി. ഒടുവിൽ സുഖവും വേദനയും കലർന്ന പാരമ്യത്തിൽ അവൾ ഒച്ച ചിലമ്പിച്ചു പോയി. അവളെ പൂർണ്ണയാക്കി മാറിലേക്ക് തളർന്നു വീഴുമ്പോൾ അവളുടെ ചെന്നിയിലൂടെ 2 തുള്ളി കണ്ണുനീറിറ്റ് വീണു. സോറു അമ്മൂട്ടി. വേദനിപ്പിച്ചതിന് അവൾ അവനെ മുറുക്കി പിടിച്ചു. ദത്തൻ അവളുടെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു. ഷീറ്റ് വലിച്ചു പുറത്തുകൂടി മൂടി. അവൻ്റെ കൈകൾ അവൾ പിന്നെയും തഴുകിക്കൊണ്ടേയിരുന്നു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.